ഹരികുമാർ സർ നമസ്കാരം. നമസ്തേ. ശത്രുവിന് പ്രഹരമേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗംഭീര എയർ ഡിഫൻസ് സിസ്റ്റം, തദ്ദേശീയ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ വികസിപ്പിക്കുകയാണെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം S-400 പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെയാണ് പാകിസ്ഥാന്റെ മിസൈലുകളെയും മറ്റ് യുദ്ധ സാമഗ്രികളൊക്കെ ചെറുത്തു നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ സഹായിച്ചത് ഓപ്പറേഷൻ സിന്ദൂരിൽ എന്ന് നമുക്കറിയാം. എന്താണ് ഈ പുതിയ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഈ എയർ ഡിഫൻസ് സിസ്റ്റം? എത്രമാത്രം നമുക്കത് പ്രയോജനപ്പെടും മറ്റു രാജ്യങ്ങളെ, പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഭീകരവാദത്തെ, ഇസ്ലാമിക ഭീകരവാദത്തിനൊക്കെ വലിയ പ്രഹരമേൽപ്പിക്കാൻ? ഒന്ന് വിശദീകരിക്കാമോ? പ്രോജക്ട് ഉഷ എന്ന പേരിൽ ഒരു ദീർഘദൂര വ്യോമ പ്രതിരോധ അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ അതിവേഗം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 2023 ഇത് ആരംഭിക്കുന്നത്. അതായത് സർക്കാർ ഇതിന് അനുവാദം കൊടുക്കുകയും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇതിന്റെ ഒരു ആശയത്തിൽ നിന്നും ഇതൊരു പ്രായോഗിക തലത്തിലേക്ക് വികസിപ്പിച്ചു തുടങ്ങുകയും ചെയ്തത്. ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്തകൾ അനുസരിച്ചിട്ട് 2026 അതായത് അല്ലെങ്കിൽ ഈ വർഷം അവസാനം ഇതിന്റെ ആദ്യത്തെ യൂസർ ട്രയൽ എന്ന് പറയുന്നത്, അതായത് യൂസർ എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യൻ വ്യോമസേനയും നാവികസേനയുമാണ്. അവര് ഇതിന്റെ ആദ്യത്തെ പരീക്ഷണം യൂസർ ട്രയൽ തുടങ്ങുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ദീർഘദൂര മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അതായത് നമ്മളുടെ കൈവശം ഇപ്പോഴുള്ള റഷ്യയിൽ നിന്നും നമ്മൾ വാങ്ങിച്ചിട്ടുള്ള S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനോട് സമാനമായിട്ടുള്ള ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് ഈ നമ്മളിപ്പോൾ വികസിപ്പിക്കുന്ന പ്രോജക്ട് കുഷിൽ പ്രകാരമുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റം. അതായത് ഏതാണ്ട് 400 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് തന്നെ ഇന്ത്യയെ ലക്ഷ്യമാക്കി വരുന്ന മിസൈലുകളാകട്ടെ, അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകളാകട്ടെ, ആ മിസൈലുകളിൽ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളോ ക്രൂയിസ് മിസൈലുകളോ ഡ്രോണുകളോ എന്ത് വേണമെങ്കിലും ആകട്ടെ, 400 കിലോമീറ്റർ അടുത്ത് വെച്ച് തന്നെ അവയെ തകർത്ത് കളയുകയും അത് പല തട്ടുകളായിട്ട്, അതായത് ആദ്യം 400, പിന്നെ അതിന് താഴെ, അങ്ങനെ വരുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും റഷ്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന S-400 മേൽ വളരെയധികം ഇന്നോവേഷൻസുമായിട്ട് റഷ്യ ചെയ്തിരിക്കുന്ന S-500 മിസൈൽ ഡിഫൻസ് സിസ്റ്റം. അത് ഇപ്പോൾ അവർ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. അതിന്റെ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള സുഹൃദ് രാഷ്ട്രങ്ങൾക്ക് അവരുടെ മുന്നിൽ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിന് സമാനമോ അല്ലെങ്കിൽ അതിന് ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. പക്ഷെ ആകാശ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ചാണ്. അതായത് ആകാശ് പരമാവധി 40 കിലോമീറ്റർ അകലെ വെച്ച് മാത്രമാണ് മിസൈലുകളെ തകർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനം എന്നുള്ള നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് S-400 ആണ്. മധ്യദൂര മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബറാക്ക് 8 ആണ്. ഈ ബറാക്ക് 8 MRSAM, അതായത് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽസ്, അതുപോലെ LRSAM, ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽസ്, ഇവയാണ്. ഇതിലെ MRSAM എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഇപ്പോൾ തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഈ MRSAMന്റെ ഒരു ശേഷി എന്ന് പറയുന്നത് 80 കിലോമീറ്റർ ദൂരെ വെച്ച് ഇന്ത്യയെ ലക്ഷ്യമാക്കി വരുന്ന മിസൈലുകളോ അല്ലെങ്കിൽ മറ്റ് ആകാശയാനങ്ങളെന്ന് ഞാൻ പറയുന്നത് യുദ്ധവിമാനങ്ങളാവാം, ഡ്രോണുകളാവാം, അങ്ങനെ ഉള്ള എന്ത് വേണമെങ്കിലും ആവാം, ഇവയെല്ലാം തകർത്ത് കളയുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ പല ലെയറുകളായിട്ടുള്ള, തട്ടുകളായിട്ടുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവും, ഒരു അഡീഷനാവും ഈ പറയുന്ന പ്രോജക്റ്റ് ഉഷ പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ നിർമ്മിച്ച് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ പോകുന്ന
മിസൈൽ സിസ്റ്റം. എന്താണ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. സർ, ഇത് എത്ര മാസം കൊണ്ട് ഇത് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും പരിപൂർണമായിട്ട്? ഏത് രീതിയിലാണ് ഇപ്പം അതിൻ്റെ ഘട്ടം ഉള്ളത്? ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യൂസർ ട്രയൽ എന്ന് പറയുന്നത്, അതായത് സാധാരണ ഗതിയിൽ പിന്നെ 2 തരം ട്രയൽസ് ആണുള്ളത്. ഒന്ന്, ഞാൻ പറഞ്ഞു, DRDO ആണ് ഇതിൻ്റെ ആശയവും ഇതിൻ്റെ പിന്നെ ഗവേഷണവും എല്ലാം നടത്തിയത്. അവരിൽ നിന്നും ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ കരാർ കിട്ടുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനാണ്, ബെല്ലിനാണ്. അപ്പോൾ ഇത് അവരുടെ പരീക്ഷണങ്ങളുടെ ഘട്ടം വലിയ രീതിയിൽ പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് പിന്നെ പ്രതിരോധ വകുപ്പിന്റെയും അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സിൻ ഇതിൻ്റെ പിന്നെ പരീക്ഷണങ്ങളൊക്കെ വിജയകരമായിട്ട് ഏതാണ്ട് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലെത്തി. ഇനിയിപ്പോൾ ഉള്ളത് ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചിട്ട്, അതായത് ഇതിൻ്റെ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിച്ചിട്ട് അത് വ്യോമസേനയ്ക്കും, പിന്നെ വ്യോമസേന ഓൾറെഡി തന്നെ ഇപ്പോൾ തന്നെ അതിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, വ്യോമസേനയ്ക്ക് കൈമാറും. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ ഈ വ്യോമസേനയ്ക്ക് യൂസർ ട്രയൽ തുടങ്ങാൻ പറ്റും എന്നാണ് വാർത്തകളിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. 1 വർഷത്തിനുള്ളിൽ. അതുപോലെ തന്നെ നാവികസേനയും ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 25,000 കോടി രൂപയുടെ ഓർഡർ ഇപ്പോൾ തന്നെ വ്യോമസേനയും നാവികസേനയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു പിന്നെ പ്രത്യേക ഗുണമെന്ന് പറയുന്നത്, ഇത് പൂർണ്ണമായിട്ടും തദ്ദേശീയമായി നിർമ്മിക്കുന്നതാണ്. ഇതിൽ ഉൾപ്പെടുന്ന മിസൈൽ സിസ്റ്റം ആകട്ടെ, റഡാർ സിസ്റ്റം ആകട്ടെ, അതുപോലെ സെൻസറുകളാകട്ടെ, ഇതെല്ലാം തന്നെ പൂർണ്ണമായി തദ്ദേശീയമായി നിർമ്മിക്കുന്നതാണ്. പിന്നെയുള്ള മറ്റൊരു പ്രത്യേകത, ഇത് നമ്മുടെ S-400-ന് ഒരുപടി മുന്നിൽ, ഞാൻ പറഞ്ഞല്ലോ S-500-ന് സമാനമാണിത്. അങ്ങനെയുള്ള ഈ സിസ്റ്റത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ വില വളരെയധികം കൂടേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് S-400-നേക്കാൾ തന്നെ വില കുറഞ്ഞതായിരിക്കും. നമ്മൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പിന്നെ ചെലവ് വളരെയധികം കുറഞ്ഞിരിക്കും. ഇത് 3 തരത്തിലുള്ള ഡിഫൻസ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ മിസൈൽ എന്ന് പറയുന്നത് ഏതാണ്ട് 350 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ശത്രുവിൻ്റെ വിമാനങ്ങളെ ആകട്ടെ, അതുപോലെ തന്നെ ശത്രുവിൻ്റെ മിസൈലുകളാകട്ടെ, അവയെ തകർത്ത് കളയും. രണ്ടാമത്തെ നിര മിസൈലുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് 250 കിലോമീറ്ററിലേക്ക് എത്തുമ്പോൾ അവ ശത്രു മിസൈലുകളെ തകർക്കും. പിന്നീട് 3ാമത്തെ ലെയറിലേക്ക് എത്തുകയാണ്. അതായത് ഒരു 100-നും 150-നും കിലോമീറ്റർ ഇടയ്ക്ക് വെച്ച് ശത്രു വിമാനങ്ങളെ, ദൂരത്ത് വെച്ച് തന്നെ ശത്രു വിമാനങ്ങളെ ആകട്ടെ, ശത്രുവിൻ്റെ മിസൈലുകളെ ആകട്ടെ, ഡ്രോണുകളെ ആകട്ടെ, ഇവയെല്ലാം തകർക്കാൻ പറ്റും. ഇത് പിന്നെ DRDO ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇതിൻ്റെ സെൻസറുകൾ സ്റ്റെൽത്ത് വിമാനങ്ങൾ പോലും കണ്ടെത്താനും അവയെ തകർത്ത് കളയാനും കഴിയുമെന്നുള്ളതാണ്. ഇത് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യയുടെ പിന്നെ ഈ ഒരു പ്രതിരോധ നെറ്റ്വർക്കുണ്ട്, അതായത് എയർ കൺട്രോൾ ആൻഡ് ഡിഫൻസ് നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്കിനോട് ഇത് സംയോജിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് തന്നെ ആയിരിക്കും ഇവ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള സിസ്റ്റത്തിന് പൂർണ്ണമായിട്ടും അതിനോടൊപ്പം നിൽക്കുകയും അതിനൊരു ഓഗ്മെന്റ് ചെയ്യുമ്പോൾ, അതായത് അതിനെ പിന്നെ സഹായിക്കുകയും അതിനൊരു ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സഹായം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ടായിരിക്കും ഇത് പിന്നെ പ്രയോഗത്തിൽ വരുമ്പോൾ ഇത് നിലനിൽക്കുന്നത്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഇപ്പോഴുള്ള ഒരു ചെറിയ നമുക്കുള്ള ഒരു സാങ്കേതികമായിട്ട് ഒരു വിടവുള്ളത് ഈ പറയുന്ന ബറാക്ക് 8-ഉം അതുപോലെ തന്നെ S-400. ഇവ S-400-ന്റെ അവസാനത്തെ നിര മിസൈലുകൾ, ഞാൻ പറഞ്ഞു ആദ്യം 380-ൽ തുടങ്ങി 250, 200, 150. പക്ഷെ പിന്നീട് ഈ 150-ഉം പരമാവധി നമ്മുടെ ബറാക്ക് 8-ന്റെ ഒരു ശേഷി എന്ന് പറയുന്നത് പരമാവധി 80 കിലോമീറ്റർ അകലെ ആണ് അത് ശത്രുവിൻ്റെ പിന്നെ മിസൈലുകളെയും അതുപോലെ തന്നെ ശത്രുവിൻ്റെ വിമാനങ്ങളെയും തകർക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക്
അതായത് 150-80 ഇടയ്ക്ക് ഒരു 125 കിലോമീറ്റർ ദൂരത്ത് വെച്ച് ഈ മിസൈലുകളെയും അതുപോലെ തന്നെ ഈ വിമാനങ്ങളെയും തകർക്കാനുള്ള ശേഷി ആണ് ഇതിലേക്ക് ഈ പറയുന്ന പ്രോജക്റ്റ് കുശ വഴി വരുന്ന പുതിയ സംവിധാനം കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പരിപൂർണമായിട്ടും നമുക്ക് ഒരു ഭാഗത്തും നമുക്ക് പിന്നെ പിഴവുകളില്ല. ഏതാണ്ട് 100% എന്ന് ഞാൻ പറയുന്നത് ലോകത്തിലൊന്നും 100% എല്ലാം, എങ്കിലും ഒരു 99%-ലധികം 99.99% കൃത്യതയോടെ നമുക്ക് നേരെ വരുന്ന മിസൈലുകളെയും നമുക്ക് നേരെ വരുന്ന യുദ്ധവിമാനങ്ങളെയും നമുക്ക് നേരെ വരുന്ന ഡ്രോണുകളെയും ഒക്കെ തന്നെ പ്രതിരോധിക്കാൻ ഈ പ്രോജക്റ്റ് കുശ വഴി നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ ഈ പിന്നെ യഥാർത്ഥത്തില് നമുക്ക് ഈ S-400 പ്രതിരോധ സംവിധാനം എത്രമാത്രം ശക്തമായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ സൈന്യം നമ്മളെ കാണിച്ചു തന്നതാണ്. അതിന്റെ ഒരു ശക്തി തന്നെയല്ലേ, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് തന്നെയല്ലേ നമ്മളിപ്പം തദ്ദേശീയമായിട്ട് ഈ കുശന്റെ ഭാഗമായിട്ട് ഇത് പ്രതിരോധ സംവിധാനം നിർമ്മിക്കുന്നത്. അതായത് കൂടുതലായിട്ടും ഫോറിൻ രാജ്യങ്ങളെ ആശ്രയിക്കുക എന്ന് പറയുന്നതിനോട് ഇന്ത്യക്ക് യാതൊരു താല്പര്യമില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അല്ലേ? S-400 നമ്മൾ ഓർഡർ കൊടുക്കുന്നത്, റഷ്യയിൽ നിന്ന് ഓർഡർ കൊടുക്കുന്നത് ഏതാണ്ട് 2020-ലാണ്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ക്യാബിനറ്റിന്റെ അംഗീകാരം ഇതിന് ഈ ഒരു പ്രോജക്റ്റ് കുശയ്ക്ക് 2022 തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ S-400 സംവിധാനത്തിന് റഷ്യയിലേക്ക് ഓർഡർ കൊടുക്കുന്നത് 2019 ബാലാക്കോട്ട് ആക്രമണ സമയത്ത് നമുക്ക് ചില പരിമിതികൾ ഉണ്ടായിരുന്നു നമ്മൾ തിരിച്ചറിയാണ്. കാരണം പാകിസ്ഥാന് ഈ 6-7 അവാക്സ് ഘടിപ്പിച്ചിട്ടുള്ള, അതായത് റഡാറുകൾ ഘടിപ്പിച്ചിട്ടുള്ള വിമാനങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് അത് പാകിസ്ഥാനുള്ള അത്ര ഇല്ല. അപ്പോഴാണ് നമ്മൾ പിന്നെ ഈ ബാലാക്കോട്ട് ആക്രമണ സമയത്ത് ചില പരിമിതികൾ ഇന്ത്യക്കുണ്ടായിരുന്നു, ഇന്ത്യ തിരിച്ചറിയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ പ്രതിരോധ സേനയാവട്ടെ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയമാകട്ടെ, അവർ ഇങ്ങനെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുകയും നിലവിൽ അടിയന്തിരമായിട്ട് അത്തരം ഒരു സംവിധാനം അക്വയർ ചെയ്യുന്നതിന് വേണ്ടി S-400 റഷ്യയിലേക്ക് ഓർഡർ ചെയ്യുകയും, പക്ഷേ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഡിഫൻസ് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് അതേ കാലത്ത് തന്നെ ഈ വിഷയം രേഖപ്പെടുത്തുകയും 2022 അതിന് പൂർണ്ണമായിട്ടുള്ള ആശയം വാലിഡ് ആണെന്നും അത് സാധൂകരിക്കപ്പെടുന്നതാണെന്നും അതിന് പ്രസക്തി ഉണ്ടെന്നും സൈന്യത്തിന്റെ സഹായത്തോടുകൂടി തിരിച്ചറിഞ്ഞതോടുകൂടി നമ്മൾ അതിന് ഓർഡർ കൊടുക്കുക, അതായത് നമ്മൾ പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കുകയും അത് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള അനുവാദം DRDOയ്ക്ക് നൽകുകയും ചെയ്യും. അപ്പോ ശരിക്കും പറഞ്ഞാൽ S-400 പ്രകടനം കണ്ടിട്ടൊന്നുമല്ല നമ്മൾ, അതിനു മുമ്പ് തന്നെ നമ്മൾ ഇത് തിരിച്ചറിഞ്ഞിരുന്നു. S-400ന്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കി S-400ന് സമാനമായ ഒരു സിസ്റ്റം ഇന്ത്യയിലും വികസിപ്പിക്കാൻ അന്ന് തന്നെ തീരുമാനിച്ചു. ഇപ്പോഴാണ് അത് വിജയകരമായ ഘട്ടത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ വാർത്തകളൊക്കെ പുറത്തു വന്ന് തുടങ്ങുന്നത്. അത്രയേ ഉള്ളൂ. അതായത് നേരത്തെ തന്നെ ഈ ആശയം നമ്മൾ ഉൾക്കൊണ്ടു, ആശയം നമ്മൾ അംഗീകരിച്ചു. ഇപ്പോഴതിന് പിന്നെ പരീക്ഷണ ഘട്ടത്തിലൂടെ അത് വിജയകരമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ യൂസർ ട്രയലിലേക്ക് ഉള്ള തയ്യാറെടുപ്പുകളാണ്. ആ യൂസർ ട്രയലിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ഇത് വാർത്തകളും പുറത്തു വന്നു തുടങ്ങി. ഇപ്പം തീർച്ചയായിട്ടും S-400 നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു വിജയം മാത്രമല്ല, അതിനു മുമ്പ് തന്നെ നമ്മൾ മുൻകൂട്ടി കണ്ടിരുന്നു. ഈ ആവശ്യവും ഈ ആശയവും എല്ലാം തന്നെ മുൻകൂട്ടി തന്നെ തയ്യാറായിരുന്നു. ഒരു കാര്യം എനിക്ക് തോന്നുന്നു, നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായി എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. അതായത് ഇപ്പോൾ ഈ പിന്നെ പ്രോജക്റ്റ് കുശയിൽ പ്രതിരോധ വകുപ്പും അതുപോലെ ബെല്ലുമൊന്നും കൂടാതെ എനിക്ക് തോന്നുന്നു സ്വകാര്യ മേഖലയും വളരെ ശക്തമായ അല്ലെങ്കിൽ നിർണായകമായ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകളുമായിട്ട് രംഗത്തുണ്ട്. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഈ കഴിഞ്ഞ ദിവസം ഭാർഗവാസ്ത്ര എന്നുള്ള, അത് വളരെ ചെറിയ ദൂരത്തിൽ വെച്ച് നമ്മൾക്ക് നേരെ വരുന്ന സ്വാം ഡ്രോൺസ് എന്ന് പറയുന്ന 100 കണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് പ്രയോഗിക്കുന്ന ഒരു യുദ്ധമുണ്ട്. സ്വാമിങ് എന്ന് പറയും. ചെറിയ ചെറിയ ഡ്രോണുകൾ ഒരു വലിയ മദർ ഡ്രോണിൽ നിന്നും പിന്നെ പുറത്തേക്ക് വിടുന്നു. അത് തേനീച്ചകളെ പോലെ അല്ലെങ്കിൽ
വെട്ടുകിളികളെ പോലെ നമ്മളെ ഒന്ന് ആക്രമിച്ച് നശിപ്പിക്കുന്നു. അതിനെ നശിപ്പിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം ഭാർഗവാസ്ത്ര ഈ കഴിഞ്ഞ ദിവസം വിജയകരമായിട്ട് പരീക്ഷിച്ചിരുന്നു. അത് അഭിമാനകരമായ വസ്തുത എന്ന് പറയുന്നത് അത് DRDO അല്ല അത് പിന്നെ കണ്ടുപിടിക്കുകയും അത് പരീക്ഷിക്കുകയും ചെയ്ത അത് പൂനെ അടിസ്ഥാനമായിട്ടുള്ള സോളർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യക്ക് വേണ്ടി വളരെ നിർണായകമായ ഡ്രോണുകൾ നിർമ്മിക്കുന്ന, അതായത് അവരാണ് നാഗാസ്ത്ര എന്ന് പറയുന്ന ഡ്രോൺ നിർമ്മിക്കുന്നത്. അവർ നിർമ്മിച്ച ഭാർഗവാസ്ത്ര വളരെ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. അപ്പോ ഞാനീ പറഞ്ഞ ഈ 4, അതായത് പിന്നെ S-400 ആവട്ടെ, ബറാക്ക് 8 ആവട്ടെ, ആകാശ് ആവട്ടെ, അല്ലെ ഇനി നിർമ്മിക്കാനിരിക്കുന്ന പിന്നെ പ്രൊജക്ട് കുഷയുടെ ഭാഗമായി നിർമ്മിക്കാനിരിക്കുന്ന പ്രതിരോധ സംവിധാനമാകട്ടെ, ഈ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം കടന്നു വരുന്ന വെട്ടിച്ചു വരുന്ന ചെറിയ ചെറിയ ഡ്രോണുകൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു സംവിധാനം, അതായത് ഭാർഗവാസ്ത്ര തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം, പഴുതുകൾ അടച്ചുള്ള ഒരു സംവിധാനം ഉടൻ തന്നെ രംഗത്ത് വരും. ഇതാണ് നമുക്ക് ഏറ്റവും പുതിയ വിവരം. തീർച്ചയായിട്ടും. അപ്പോൾ ആത്മനിർഭർ ഭാരത്, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്ക് ഇന്ത്യ മുമ്പോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ പ്രൊജക്ട് കുഷ. അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ എന്തായാലും ഈ ചർച്ചയിൽ സഹകരിച്ചതിന്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുപാട് നന്ദി.